ആലപ്പുഴ ജില്ലയിലെ അടിസ്ഥാന വിവരങ്ങൾ എന്തെല്ലാമെന്ന് പരിശോധിക്കാം. ആലപ്പുഴ ജില്ല 1957 ഓഗസ്റ്റ് 17 രൂപം കൊണ്ടു. നിയമസഭാ മണ്ഡലം 9 എണ്ണവും ലോക്സഭാ മണ്ഡലം 2 എണ്ണവുമാണുള്ളത്. മാവേലിക്കരയും ആലപ്പുഴയും. ആലപ്പുഴ നഗരത്തിൻ്റെ ശില്പി രാജ കേശവദാസാണ്. കിഴക്കിൻ്റെ വെന്നീസ് എന്ന് ആലപ്പുഴ ജില്ല അറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ ജില്ല. കേരളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ ഉദയ സ്റ്റുഡിയോ സ്ഥാപിച്ചത് എം കുഞ്ചാക്കോയാണ്. ആലപ്പുഴ ജില്ലയിലാണ്. കുടുംബശ്രീ ആദ്യമായി നടപ്പിലാക്കിയ ജില്ലയാണ് ആലപ്പുഴ ജില്ല. ആദ്യ കയർ ഫാക്ടറി ഡാറാസ് മെയിൽ ജെയിംസ് ഡാറ സ്ഥാപിച്ചു. ആലപ്പുഴ ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ കയർ ഫാക്ടറികളുള്ള ജില്ലയാണ് ആലപ്പുഴ ജില്ല. കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ബീച്ചാണ് ആലപ്പുഴ ബീച്ച്. ബുദ്ധമതം പ്രചാരത്തിലിരുന്ന ജില്ലയാണ് ആലപ്പുഴ ജില്ല. ബുദ്ധമതത്തിൻ്റെ ശ്രീമൂലവാസം എന്ന കേന്ദ്രം ആലപ്പുഴയിലായിരുന്നു. ആലപ്പുഴ ജില്ലയിൽ നിന്നും കണ്ടെത്തിയ ബുദ്ധൻ്റെ പ്രതിമയാണ് കരുമാടിക്കുട്ടൻ. കുടിൽ വ്യവസായങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് ആലപ്പുഴ ജില്ല. കൊല്ലം ജില്ലയും കോട്ടയം ജില്ലയും വിഭജിച്ച് ആലപ്പുഴ ജില്ല ഉണ്ടാക്കി. വയലാർ കേരളത്തിൻ്റെ ആദ്യ കയർ ഗ്രാമം എന്ന് അറിയപ്പെടുന്നു. പുന്നപ്ര വയലാർ സമരം 1946 ആലപ്പുഴ ജില്ലയിൽ വെച്ച് നടന്നു. പാതിരാമണൽ ദ്വീപ് പെരുമ്പളം വേമ്പനാട്ട് കായലിലാണ് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. കാക്കത്തുരുത്ത് ആലപ്പുഴ ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് കാക്കത്തുരുത്ത്. തണ്ണീർമുക്കം ബണ്ട് 1975 ആലപ്പുഴ ജില്ലയിൽ നിലവിൽ വന്നു. തോട്ടപ്പള്ളി സ്പിൽവേ 1955 നിലവിൽ വന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി വന്ന പദ്ധതിയാണ് തോട്ടപ്പള്ളി സ്പിൽവേ. നൂറനാട് കേരളത്തിൻ്റെ പക്ഷിഗ്രാമം എന്നാണ് നൂറനാട് അറിയപ്പെടുന്നത്. കുട്ടനാട് കേരളത്തിൻ്റെ നെല്ലറ, കേരളത്തിൻ്റെ ഡച്ച്, കേരളത്തിൻ്റെ നെതർലാൻഡ്, കേരളത്തിൻ്റെ ഹോളണ്ട്, അതുപോലെ തന്നെ പമ്പയുടെ ദാനമെന്നും കുട്ടനാട് അറിയപ്പെടുന്നു. തടാകങ്ങളുടെ നാട് എന്നും ആലപ്പുഴ ജില്ല അറിയപ്പെടുന്നു. സമുദ്രനിരപ്പിനേക്കാൾ താഴ്ന്ന പ്രദേശമാണ് ആലപ്പുഴ ജില്ല. തകഴി ശിവശങ്കരപിള്ള ആലപ്പുഴ ജില്ലയിലെ ശങ്കരമംഗലത്ത് ജനിച്ചു. തകഴി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നാണ് തകഴി അറിയപ്പെടുന്നത്. പുറക്കാട് ബീച്ച് തകഴിയുടെ ചെമ്മീൻ എന്ന നോവലിൻ്റെ പശ്ചാത്തലം പുറക്കാട് ബീച്ചാണ്. ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിലെ തുമ്പോളി ബീച്ച് കേരളത്തിൽ ചാകരയ്ക്ക് പ്രസിദ്ധമായ ബീച്ചാണ്. കായംകുളം പഴയ പേര് ഓടനാട് കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം കായംകുളം ആണ് നിലവിൽ വന്നത്. ഇപ്പോഴത്തെ പേര് രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്ലാന്റ് എന്നാണ്. കൃഷ്ണപുരം കൊട്ടാരം കേരളത്തിലെ ഏറ്റവും വലിയ ചുമർ ചിത്രമുള്ള കൊട്ടാരമാണ് കൃഷ്ണപുരം കൊട്ടാരം. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ പണി കഴിപ്പിച്ച കൊട്ടാരമാണ് കൃഷ്ണപുരം കൊട്ടാരം. ഇന്ത്യയിലെ ആദ്യത്തെ കാർട്ടൂൺ മ്യൂസിയം നിലവിൽ വന്നത് കായംകുളം ആണ്. ആദ്യ ബയോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴയിലാണ് നിലവിൽ വന്നത്. ആലപ്പുഴ ജില്ലയിലെ നെടുമുടി സമ്പൂർണ്ണ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ ഗ്രാമമാണ്. തൈക്കൽ പ്രാചീന കാലത്തെ കപ്പലിൻ്റെ അവശിഷ്ടം ലഭിച്ച പ്രദേശമാണ് തൈക്കൽ. കുമാരകോടി കുമാരനാശാൻ മരണപ്പെട്ട ബോട്ട് ദുരന്തത്താൽ അറിയപ്പെടുന്ന സ്ഥലമാണ് കുമാരകോടി. റെഡീമർ എന്ന ബോട്ടാണ് ദുരന്തത്തിൽപ്പെട്ടത്. 1924 ജനുവരി 16 പശ്ചിമ തീരത്തെ ആദ്യത്തെ ലൈറ്റ് ഹൗസ് നിലവിൽ വന്നത് ആലപ്പുഴ ജില്ലയിലാണ്. 1862 ആദ്യത്തെ ലൈറ്റ് ഹൗസ് നിലവിൽ വന്നത്. ആദ്യത്തെ ലൈറ്റ് ഹൗസ് 2012 അത് ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഹരിപ്പാട് മയൂര സന്ദേശത്തിൻ്റെ നാട് എന്ന് അറിയപ്പെടുന്നു. ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം കേരളത്തിലെ പഴനി എന്ന് അറിയപ്പെടുന്നു. കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം ഏകദേശം 2000 വർഷം പഴക്കമുള്ള ശിവക്ഷേത്രമാണ്. ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം കുംഭഭരണിക്ക് പ്രസിദ്ധമായ ക്ഷേത്രമാണ് ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. ആലപ്പുഴ ജില്ലയിലാണ് ഇവയെല്ലാം.
അമ്പലപ്പുഴ, പഴയ പേര് ചെമ്പകശ്ശേരി. അമ്പലപ്പുഴയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം തെക്കിൻ്റെ ദ്വാരക എന്നറിയപ്പെടുന്നു. ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനമാണ് അമ്പലപ്പുഴ. തുള്ളലിൻ്റെ നാട് അമ്പലപ്പുഴയാണ്. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം അമ്പലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്നു. പി.കെ. മെമ്മോറിയൽ ഗ്രന്ഥശാല. കേരളത്തിൽ ആദ്യത്തെ ഗ്രന്ഥശാലയാണ് പി.കെ. മെമ്മോറിയൽ ഗ്രന്ഥശാല. അമ്പലപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പി.എൻ. പണിക്കരാണ് പി.കെ. മെമ്മോറിയൽ ഗ്രന്ഥശാല സ്ഥാപിച്ചത്. അദ്ദേഹത്തിൻ്റെ ചരമദിനം ജൂൺ 19. പി.എൻ. പണിക്കരുടെ ചരമദിനം ജൂൺ 19 കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നു. അർജുന നൃത്തം, വേലകളി എന്നിവ ആലപ്പുഴ ജില്ലയിലെ കലാരൂപങ്ങളാണ്. മണ്ണാറശാല ക്ഷേത്രം നാഗാരാധനയ്ക്ക് പ്രസിദ്ധമായ ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലാണ്. അർത്തുങ്കൽ പള്ളി, ചക്കുളത്തുകാവ് എന്നിവയെല്ലാം പ്രസിദ്ധമായ ദേവാലയങ്ങളാണ് ആലപ്പുഴ ജില്ലയിലാണ്. കൈനകരി, കേരളത്തിലെ സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ചവറയച്ചൻ്റെ ജന്മസ്ഥലമാണ് കൈനകരി. ആലപ്പുഴ ജില്ലയിലാണ്. കഞ്ഞിക്കുഴി, മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി അവാർഡ് നേടിയ കേരളത്തിലെ ഗ്രാമപഞ്ചായത്താണ് ആലപ്പുഴ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആലപ്പുഴ ജില്ലയിലെ നെഹ്റു ട്രോഫി വള്ളംകളി അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ നടക്കുന്നു. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നാണ് നെഹ്റു ട്രോഫി വള്ളംകളി അറിയപ്പെടുന്നത്. ലോകത്തിൽ ഏറ്റവും നീളം കൂടിയ ചുണ്ടൻ വള്ളം നടുഭാഗം ചുണ്ടനാണ്. കലവൂർ, കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നു. ആലപ്പുഴ ജില്ലയിലാണ്. ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കലിൻ്റെ ആസ്ഥാനം കലവൂരാണ്. വിയ്യാപുരം, ആലപ്പുഴ ജില്ലയിലെ ഒരേയൊരു റിസർവ് വനം സ്ഥിതി ചെയ്യുന്നു. ഹരിപ്പാട് താലൂക്കിലാണ്. ചന്തിരൂർ, ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധഗ്രാമം സ്ഥിതി ചെയ്യുന്നു. ആലപ്പുഴ ജില്ലയിലെ മാങ്കോമ്പാണ് നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി പണ്ട് അറിയപ്പെട്ടിരുന്നത് ബെറ്റിമാനി എന്നായിരുന്നു. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കടൽ തീരമുള്ള താലൂക്കാണ് കാർത്തികപ്പള്ളി. പഴയ പേര് കരപ്പുറം. അരൂർ, കേരളത്തിലെ ആദ്യത്തെ സീഫുഡ് പാർക്ക് നിലവിൽ വന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂരാണ്. കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം ആലപ്പുഴ ജില്ലയിലാണ്. കേരള കയർ ബോർഡ് ആസ്ഥാനം ആലപ്പുഴ ജില്ലയിലാണ്. വനപ്രദേശം ഏറ്റവും കുറവുള്ള ജില്ലയാണ് ആലപ്പുഴ ജില്ല. പട്ടികവർഗക്കാർ ഏറ്റവും കുറവുള്ള ജില്ലയാണ് ആലപ്പുഴ ജില്ല. പട്ടികവർഗ നിരക്ക് ഏറ്റവും കുറവ് ആലപ്പുഴയിലാണ്. മലകളില്ലാത്ത ജില്ല. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രണ്ടാമത്തെ ജില്ല. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴ ജില്ലയിലാണ് നിലവിൽ വന്നത്. 1857 കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത്. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആസ്ഥാനം ആലപ്പുഴ ജില്ലയിലാണ്. കേരള സ്പിന്നേഴ്സിൻ്റെ ആസ്ഥാനം ആലപ്പുഴ ജില്ലയിലാണ്. കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ് ആസ്ഥാനം ആലപ്പുഴ ജില്ലയിലാണ്.